തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ രാഷ്ട്രീയ കേരളം മാത്രമല്ല, സാംസ്കാരിക കേരളവും ഉറ്റുനോക്കിയാണ്. അവിടെ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നതാണ് അതിന് കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPIയുടെ പി ബാലേന്ദ്രനാണ് ജയിച്ചത്. അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന അവസരങ്ങൾ മോഹിച്ച് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയ സാക്ഷാൽ ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെയാണ് ബാലേന്ദ്രൻ തറപറ്റിച്ചത്. ഇത്തവണയും പത്മജ അംഗത്തിനുണ്ട്, BJP ടിക്കറ്റിലാണെന്ന് മാത്രം. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDFനും UDFനും BJPക്കും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപി 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എന്നാൽ നിയമസഭയുടെ കാര്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിനെ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്ത മണ്ഡലമായി അത് മാറി. ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അവിടെ ഒന്നാം സ്ഥാനത്ത്. ആഞ്ഞു പിടിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് എടുത്തു പൊക്കാവുന്ന മണ്ഡലം. കോൺഗ്രസിലെ തേറമ്പിൽ രാമകൃഷ്ണനെ സ്ഥിരമായി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലം. ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തൃശ്ശൂർ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം തന്നെയാണ്. പത്മജ തോറ്റത് കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരിയത് കൊണ്ടാണ്. അതിൻ്റെ കെറിവിലാണ് അവർ കാലുമാറി BJPയിലെത്തിയതും. ശല്യം പോയത് നന്നായി എന്നാണ് കോൺഗ്രസ്സുകാരും ഇപ്പോൾ കരുതുന്നത്. ലീഡറുടെ മകളെന്നല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളതെന്നാണ് കോൺഗ്രസ്സുകാരൻ തന്നെയായൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്. അതെന്തെങ്കിലും ആകട്ടെ, CPI ഇപ്പോൾ അവിടെ വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. എതിരാളികൾക്ക് പോലും ഒരു എതിരഭിപ്രായവും പറയാനില്ലാത്ത കവിയും പ്രഭാഷകനുമായ സഹൃദയനായ ആലങ്കോട് ലീലാകൃഷ്ണൻ. UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ മുൻ മേയർ രാജൻ J. പല്ലനാണ്. MLA ആകാൻ ഒരു ക്വാളിറ്റിയും ഞാൻ കാണാത്ത സ്ഥാനാർത്ഥി. തൃശ്ശൂരിലെ കോൺഗ്രസിൽ അന്തശ്ചിത്രം വളർത്തി കോൺഗ്രസിനെ നശിപ്പിച്ചവരിൽ പ്രധാനി. അതൊന്നും മനസ്സിലാക്കാതെ നേതൃത്വം രാജൻ J. പല്ലനെ നിർത്തിയതിലുള്ള മറുപടി ജനം അവിടെ നൽകും എന്ന കാര്യം ഉറപ്പാണ്. തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ ജയിച്ചു വന്നവരെല്ലാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്, കഴിവുറ്റവരാണ്. താറമ്പിലാണെങ്കിലും VS സുനിൽകുമാർ ആണെങ്കിലും പി ബാലേന്ദ്രനാണെങ്കിലും കഴിവുറ്റവരാണ്. അവർക്കിടയിൽ രാജൻ പല്ലൻ സമ്മതനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ UDFനാണ് അവിടെ വിജയസാധ്യത. കഴിഞ്ഞ തവണ പത്മജ നിന്നിട്ട് പോലും വെറും 980 മറ്റോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ പരാജയപ്പെട്ടത്. അത് രാജൻ പല്ലനല്ലാതെ കഴിവുറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇത്തവണ എന്തായാലും തിരിച്ചു പിടിക്കാനാവുമായിരുന്നു. ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ UDF പാട്ടും പാടി ജയിക്കേണ്ടതുമാണ്. പക്ഷേ രാജൻ പല്ലൻ അതിനാവുമോ എന്നെനിക്കറിയില്ല. ഒരപകടം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് ED വീണ്ടും പൊടി തട്ടിയെടുത്തു എന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും അതൊരു തമാശയാണ്. ഇപ്പോൾ ഉള്ള ഓഫർ ലാവ്ലിൻ കേസ് ശാശ്വതമായി അവസാനിപ്പിക്കാമെന്നും അതിന് പകരമായി തൃശ്ശൂരിൽ പത്മജയെ വിജയിപ്പിക്കാൻ CPM സഹായിക്കണമെന്നുമാണത്രേ. അതിനുള്ളൊരു രഹസ്യ ധാരണ അവിടെ ഉണ്ടായതായി ആരോപണമുണ്ട്. വെറും ആരോപണമല്ല, തൃശ്ശൂരിൽ തന്നെ അണിയറയിൽ ആ സംസാരം നടക്കുന്നുണ്ട്. എന്തായാലും അണിയറയിൽ ഈ രഹസ്യ നീക്കത്തിൽ CPMകാർ വീഴുമോ എന്നറിയില്ല. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അങ്ങനൊരു കളി നടന്നത് ഇപ്പോൾ ഒരു രഹസ്യമല്ല, പരസ്യം തന്നെയാണ്. അതിനൊരു കണക്കിന് പിണറായി വിജയൻ നിർബന്ധിതനാവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ലാവ്ലിൻ കേസിൽ ED സമൻസ് അയച്ചത് 2000-ലാണ്. UK പഠിക്കാൻ ലാവ്ലിൻ കമ്പനി വിവേക് പണം നൽകിയെന്ന ആരോപണത്തിൽ മൊഴിയെടുക്കാനായിരുന്നു വിളിച്ചത്. പക്ഷേ അദ്ദേഹം ഹാജരായില്ല. മൊഴിയെടുത്താൽ കുടുങ്ങുമെന്നറിയാം. അതുകൊണ്ടാണ് അന്ന് ഹാജരാകാഞ്ഞത്. പക്ഷേ ED വിടിയില്ലല്ലോ, കാരണം അവർക്കതിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് വീണ്ടും വിവേക് സമൻസ് അയച്ചു. 2024 ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചായിരുന്നു ആ ചൂണ്ട. അതിൽ പിണറായി കൊത്തി അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങി തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് തീരെഴുതി കൊടുത്തു. അതോടെ EDയുടെ തുടർ നടപടികളും ഉണ്ടായില്ല. ഇത്തവണയും ED ചൂണ്ടയിട്ടിട്ടുണ്ട്. ഈ തലവേദന എന്നേക്കുമായി മാറ്റിക്കൊടുക്കാം എന്നാണ് ഓഫർ. മുഖ്യമന്ത്രിക്ക് അതിൽ പരം ഒരാശ്വാസമില്ല. അതുകൊണ്ട് തന്നെ വീഴാനും സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ള നാണംകെട്ട കളികളൊന്നും നടന്നില്ലെങ്കിൽ
ഇത്തവണ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിന്നും അവരുടെ പേര് അന്വർത്ഥമാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാക്ഷൻ MLA ആയി വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആലങ്കോടിന് എല്ലാ ഭാവങ്ങളും. അതല്ല, രാഷ്ട്രീയം നോക്കി ജനം വോട്ട് ചെയ്താൽ രാജൻ ജയപല്ലൻ വരാനും സാധ്യതയുണ്ട്. ഏതായാലും കള്ളക്കളികൾ നടന്നില്ലെങ്കിൽ പത്മജയ്ക്ക് ഞാൻ അവിടെ ഒരു സാധ്യതയും കാണുന്നില്ല. ഇനിയല്ല, നേരത്തെ പറഞ്ഞ ഒത്തുകളിയിലൂടെ പത്മജ വന്നാൽ അത് ഭാവിയിൽ CPM-നെ ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയൊന്നും ആയിരിക്കില്ല. ഇത് പിണറായി ഓർക്കണം എന്നില്ല, പക്ഷേ പ്രവർത്തകർ അത് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം എത്രയോ പേർ ജീവനും ജീവിതവും രക്തവും നൽകി പടുത്തുയർത്തിയ മഹത്തായൊരു പ്രസ്ഥാനമാണത്. നേതാക്കൾ താൽക്കാലിക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അത് മറന്നാലും പ്രവർത്തകർ മറന്നാൽ അവർക്കതിൽ മാപ്പില്ല.